ഇസ്ലാമിക ഉമ്മത്തിന്റെ നാശത്തിന് കാരണം നമ്മുടെ സംസ്കാരം നശിപ്പിച്ചതാ. ആ സാംസ്കാരിക നാശത്തിലേക്ക് ഒരിക്കലും നമ്മൾ പോകാൻ പാടില്ല. എല്ലാറ്റിലും നമുക്കൊരു അച്ചടക്കം വേണം. എല്ലാറ്റിലും വേണമെന്ന് ഞാൻ പറയുന്നത്. എല്ലാവരും തന്നെ നമ്മുടെ പൊതുവേദികളിലുമൊക്കെ ഇവിടെ തന്നെ ഞാൻ അവിടെ നിൽക്കാറുണ്ട്. എന്റെ വനിതാ പ്രതിനിധിയോടെ നിന്നോണ്ടാ അവരും ഒരു മാന്യത പാലിക്കുക. അതാണ് ഞാൻ പറയുന്നത്. നമ്മളെ സംബന്ധിച്ചത് അതൊക്കെ ഒരു മാന്യം, എല്ലാറ്റിലും ഒരു മാന്യത പാലിക്കണം. ഞാൻ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ സഹോദരിമാരെ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ ഇരിക്കേണ്ടടുത്ത് നിങ്ങൾ ഇരിക്കണം. സ്ത്രീ പുരുഷ സമത്വം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുരുഷന്മാരെ പോലെ ആകാൻ ഒരിക്കലും ശ്രമിക്കരുത്. നമുക്കും വേണം ഒരു ഉടുപ്പൊക്കെ എല്ലാ കാര്യത്തിലും. അത് വളരെ കൃത്യം. ഞാനത് പറയും. നിങ്ങൾ എന്ത് വിചാരിച്ചാലും ശരി, പറയാതിരിക്കാൻ നിർവാഹമില്ല. നമ്മളെ കാര്യത്തിൽ പറയണം. നിങ്ങളോട് എനിക്കൊരു വിരോധം ഉണ്ടായതുകൊണ്ട് പറഞ്ഞതല്ല. വനിതാ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് കരുത്താണ്. സഹോദരിമാരുടെ കയ്യിലാണ് കാര്യം കിടക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രവർത്തിക്കുകയും ഇസ്ലാമിക കൾച്ചർ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യണം. ഇസ്ലാമിക കൾച്ചറിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ പോയാൽ അത് നമുക്ക് നാശമേ ഉണ്ടാക്കൂ എന്ന കാര്യം നിങ്ങൾക്കും ബോധം വേണം, ഇരുത്തുന്നവർക്കും ബോധം വേണം എന്ന് കൃത്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുക. കാരണം അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു കൾച്ചറുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഈ വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് നമ്മുടെ സമുദായത്തിന്റെ ചില പ്രവർത്തനങ്ങളെ മറ്റുള്ളവർ വിമർശിക്കാൻ അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടാ. എന്റെ സഹോദരിമാർ ആരെങ്കിലും വിഷമിക്കരുത്. കാരണം ഞാൻ സ്വാഭാവികമായും അത് പറയേണ്ടത് പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ടാണ്. നമുക്കൊരു കൾച്ചറുണ്ട്, അതിന്റെ അടുത്ത് നിന്നാൽ മതി. അതേസമയത്ത് അവരെ പരിഗണിക്കേണ്ടതിന് ഉത്തമമായ പരിഗണന അവർക്ക് കൊടുക്കുകയും അവരെ ശരിക്കും മാനിക്കുകയും ചെയ്യണമെന്ന കാര്യത്തിൽ ഒരു തർക്കവും നമുക്കില്ല. അള്ളാഹു നല്ല നിലയിൽ കാര്യങ്ങളൊക്കെ ചെയ്യാനും മാതൃകാപരമായി മുന്നോട്ട് പോകാനും നമുക്ക് തൗഫീഖ്. ഇവിടെ വളരെ വിനയത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഞങ്ങളുടെ നേതൃത്വത്തോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇത്രയും കാലത്തെ പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് വളരെ നല്ല പെരുമാറ്റമാണ് ഞങ്ങളുടെ നേതൃത്വത്തിൽ നിന്നുണ്ടായത്. ഞങ്ങൾക്ക് ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല. ഒരു വിധത്തിലുള്ള ലൈംഗിക ആരോപണങ്ങളും ഉന്നയിക്കാനുള്ള ഒരു അവസരം പോലും ഞങ്ങൾക്കുണ്ടായിട്ടില്ല. അങ്ങനെയുള്ളൊരു പാർട്ടിയിലാണ് 3 പെൺകുട്ടികൾ ഒരു സുപ്രഭാതത്തിൽ വന്നൊരു ലൈംഗിക ആരോപണം നടത്തുന്നു. ഈ ഫേസ്ബുക്ക് ഇട്ട ആളുടെ ഭാര്യ അടക്കം. അന്ന് മാധ്യമങ്ങളൊക്കെ വളരെ ഘോരഘോരം അവരെ പുകഴ്ത്തിക്കൊണ്ട് ഹൈലൈറ്റ് ചെയ്ത് വന്നു. അന്നും ഞാൻ എന്റെ സ്റ്റാൻഡ് വ്യക്തമാക്കി. നിങ്ങൾ വിചാരിക്കുന്ന മാതിരിയല്ല. ഈ ലൈംഗിക ആരോപണം സത്യമാണെങ്കിൽ അത് അവർ ഏതറ്റം വരെയും ഫൈറ്റ് ചെയ്യണം. അവിടെയാണ് സ്ത്രീത്വം. ഫൈറ്റിംഗ് സ്പിരിറ്റാണ് സ്ത്രീത്വം. നമ്മുടെ മുമ്പിൽ കേരളത്തിനറിയാലോ, ആക്രമിക്കപ്പെട്ടൊരു നടി. അവരെത്രമാത്രം ബുദ്ധിമുട്ടുണ്ടായിട്ടും അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്താ പറയുന്നത്? സ്ത്രീയുടെ ലൈംഗിക ആരോപണം എന്ന് പറയുമ്പം അതൊരു സ്ത്രീക്ക് മാത്രം നേരിടുന്നതല്ല, കേരളത്തിലെ മുഴുവൻ സഹോദരിമാർക്കും ഉണ്ടാവുന്നതിന് തുല്യമാണ്. പ്രത്യേകിച്ച് ഒരു പൊതുപ്രവർത്തക, രാഷ്ട്രീയ പ്രവർത്തക, വളർന്നു വരുന്ന തലമുറ, അതിലൊരു ലൈംഗിക ആരോപണം ഉണ്ടായ സമയത്ത് എല്ലാ മീഡിയാസും അത് സത്യമാണെന്നോ എന്താ സത്യം എന്താ അസത്യം എന്താന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ആ ആരോപണം ഉണ്ടായപ്പോൾ അവർ കോടതി വരെ എത്തി. കോടതിയിൽ എന്താ ഉണ്ടായത്? ഒരു മടിയുമില്ലാതെ അത് പിൻവലിക്കേണ്ട ഗതികേട് വന്നില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അബ്ദുസമദ് പൂക്കോട്ടൂർ, ഞാൻ വനിതാ കമ്മീഷൻ മെമ്പറും കുൽസു ടീച്ചർ വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സണും ആയിരിക്കുമ്പോഴാണ് നമ്മുടെ സദസ്സിൽ ഔദ്യോഗികമായി ക്ഷണിച്ചു വന്ന ഒരു വേദിയിൽ വെച്ച് ഞങ്ങളോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞത്. അതിന്റെയൊക്കെ വീഡിയോസ് ഉണ്ട് കേട്ടോ, എല്ലാ ഹാർഡ് കോപ്പി. ഞാനിവിടെ പറയുന്നതൊന്നും ഹിയർസി എവിഡൻസ് അല്ല, എല്ലാം എനിക്ക് നേരിട്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. അബ്ദുസമദ് പൂക്കോട്ടൂർ, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടുന്ന് വേണമെങ്കിൽ മൈക്ക് അങ്ങോട്ടേക്ക് മാറ്റി നിർത്താം, ഞങ്ങളും ക്ഷണിച്ചു വന്നവരാ, വലിഞ്ഞു കയറി വന്നവരല്ല. പക്ഷെ കുൽസു ടീച്ചർ അന്ന് തന്നെ ഇറങ്ങിപ്പോയി, അപ്പം തന്നെ ഇറങ്ങിപ്പോയി. ഞാൻ ഇറങ്ങിപ്പോയില്ല. അദ്ദേഹത്തിന്റെ വീഡിയോ ഇന്നും എന്റെ മുന്നിൽ. ബഹുമാന്യനായ അബ്ദുസമദ് പൂക്കോട്ടൂർ സാഹിബിനോട് ഞാൻ ചോദിക്കുന്നു, എവിടെ പോയി നിങ്ങളുടെ ധാർമ്മികത? ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വേളയിൽ വനിതകളെ, മുസ്ലിം ലീഗിന്റെ വനിതാ പ്രതിനിധികൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾക്ക് എവിടെ പോയി നിങ്ങളുടെ ആദർശം? ഇന്ന് കൺസോൾട്ടേഷൻ വരികയാണ്. ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് വർഗീയതയാണ്. അത് ഭൂരിപക്ഷ വർഗീയതയാണെങ്കിലും ന്യൂനപക്ഷ വർഗീയതയാണെങ്കിലും. മുസ്ലിം ലീഗ് ഉണ്ടാക്കിയത്, മുസ്ലിം ലീഗിന്റെ ബൈലോ വായിക്കുകയാണെങ്കിൽ തന്നെ എന്തിനു വേണ്ടി? മൈനോറിറ്റി പൊളിറ്റിക്സിന് വേണ്ടിയാണ്. മുസ്ലിം സമുദായത്തിനും ന്യൂനപക്ഷ പിന്നോക്ക സമുദായങ്ങൾക്കും നേരിടുന്ന, അല്ലാണ്ട് മുസ്ലിം കൺസോളിഡേഷനോ മുസ്ലിം വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ്സ് ആയിക്കൊണ്ട് നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തന രീതിയല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഐഡന്റിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ, എന്നിട്ട് എല്ലാവരും ഉൾക്കൊള്ളും. ഒരു ഇൻക്ലൂസീവ് പൊളിറ്റിക്സാണ് നമ്മുടെ രാജ്യത്തിന് ആവശ്യം. ഇന്ത്യയല്ലേ? ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് മതേതരത്വം വേണ്ടതല്ലേ?